कृष्ण जय श्री राधे राधे। मामियं चलिता विलोक्य वशं वधूनि जयेन सापराधपराधया गिल वारिदादिभयेन हरि हरि हदा दरदया കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് നാരായണീയത്തിൻ്റെ ദശകം 76 ഉദ്ധവ ദൗത്യമാണ് പറയാനുള്ളത്. ഗത്വാ സാന്ദീപനിമദ ചതുഃഷഷ്ടിമത്രൈരഹോഭിഃ സർവജ്ഞസ്ത്വം സഖമുസലിനാ സർവവിദ്യാം ഗുഹീത്വഃ പുത്രം നഷ്ടം യമനിലയനാദാഹൃതം ദക്ഷിണാർദ്ധം ദത്വാ തസ്മൈ നിജപുരമഗാ നാദയൻ പാഞ്ചജന്യം. അനന്തരം എല്ലാ ജ്ഞാനങ്ങളുടെയും ഇരിപ്പിടമായ അവിടുന്ന് ബലരാമനോടൊപ്പം സാന്ദീപനി മഹർഷിയിൽ നിന്നും 64 ദിവസം കൊണ്ട് എല്ലാ വിദ്യകളെയും പഠിച്ചു. ഗുരുകുലവാസം തീർന്നപ്പോൾ സാന്ദീപനിയുടെ മരിച്ചുപോയിരുന്ന പുത്രനെ യമപുരിയിൽ നിന്ന് കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി സമർപ്പിച്ചു. ശേഷം പാഞ്ചജന്യം എന്ന ശംഖ് മുഴക്കിക്കൊണ്ട് അവിടുന്ന് മധുരാപുരിയിൽ പ്രവേശിച്ചു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? സാന്ദീപനി മഹർഷിയുടെ അടുത്ത് പോയി ഗുരുകുലത്തിൽ പോയി ഗുരുകുല അഭ്യാസം എല്ലാം 64 കലകളും 64 ദിവസം കൊണ്ടാണ് ഭഗവാൻ പഠിച്ചെടുക്കുന്നത്. അങ്ങനെ എല്ലാ വിദ്യകളും 64 ദിവസം കൊണ്ട് പഠിച്ചെടുത്തതിന് ശേഷം ഭഗവാൻ എന്ത് ചെയ്യാണ്? ശംഖനാദം മുഴക്കിക്കൊണ്ട് അവിടുന്ന് മധുരാപുരിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്മൃത്വാ സ്മൃത്വാ പശുപസ്സു ദൃശ്യഃ പ്രേമഭാരപ്രണുനാഃ കാരുണ്യേന ത്വമപി വിവശഃ പ്രാഹിനോരുദ്ധവം തഃ കിഞ്ചാമുഷ്മൈ പരമസുഹൃദേ ഭക്തവർയായ താസാം ഭക്ത്യുദ്രേകം സകലഭുവനേ ദുർലഭം ദർശയിഷ്യൻ. ഇന്നേരങ്ങളിൽ ഗോപസുന്ദരിമാർ അവിടത്തെ ഓർത്തോർത്ത് പ്രണയഭാരത്താൽ പരവശകളായതുപോലെ അവിടുന്നും അവരോടുള്ള കാരുണ്യത്താൽ വിവശനായി. തൻ്റെ സന്ദേശം ഗോപികമാരെ അറിയിക്കുന്നതിനും അപ്രകാരം അവരെ കാണുക വഴി സമസ്ത ലോകങ്ങളിലും അപൂർവമായ അവരുടെ ഭക്തിയുടെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കി കൊടുക്കുന്നതിനുമായി തൻ്റെ പരമസുഹൃത്തും ഭക്തശിരോമണിയുമായ ഉദ്ധവരെ അവിടുന്ന് അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്, ഭഗവാൻ ഇവിടെ സുഖമാണ്, മധുരയിൽ സുഖമാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉദ്ധവരെ ഭഗവാൻ തൻ്റെ വിരഹിണികളായിരിക്കുന്ന ഗോപസ്ത്രീകളുടെയും രാധാറാണിയുടെ അടുത്തേക്ക് ഉദ്ധവരെ പറഞ്ഞയക്കുകയാണ്. ത്വന്മാഹാത്മ്യ പ്രതിമ പശുനം ഗോകുലം പ്രാപ്യ സായം ത്വർവർത്താഭിർബഹൂസ രമയാമാസ നന്ദം യശോദാംഹ പ്രാതർദൃഷ്ട്വാ മണിമയരഥം ശങ്കിതാഃ പങ്കജാക്ഷ്യഃ ശ്രുത്വാ പ്രാപ്തം ഭവദനുചരം തൃക്തകാര്യാഃ സമീയൂഃ. അവിടുത്തെ മഹാത്മ്യത്തെ വിളിച്ചോതുന്ന ഗോകുലത്തിൽ സായം സന്ധ്യയോടെ ഉദ്ധവർ എത്തിച്ചേർന്നു. ഉദ്ധവരിൽ നിന്ന് അവിടുത്തെ വൃത്താന്തങ്ങൾ അറിഞ്ഞ് നന്ദഗോപുരം യശോദയും സന്തോഷചിത്തരായി. പ്രഭാതത്തിൽ നന്ദഗോപുരുടെ വീടിന് മുന്നിൽ രത്നം പതിപ്പിച്ച മനോഹരമായ രഥത്തെ കണ്ടിട്ട് അവിടുന്ന് എഴുന്നള്ളിയതാണെന്ന് ഗോപസുന്ദരിമാർ സന്ദേഹിച്ചു. എന്നാൽ അവിടുത്തെ സഹചാരിയായ ഉദ്ധവരാണ് വന്നതെന്ന് അറിഞ്ഞപ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ അവർ ഉദ്ധവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഒരു രത്നങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുള്ള മനോഹരമായൊരു രഥം അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഗോപസുന്ദരിമാരൊക്കെ കരുതുകയാണ് അത് ഭഗവാനാണ് വന്നതെന്ന്. പക്ഷെ ഇത് ഭഗവാനല്ല, ഉദ്ധവരായിരുന്നു. അപ്പോൾ ഗോപസുന്ദരികന്മാർ അത് കണ്ടിട്ട് ഉദ്ധവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭഗവാന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിയുകയാണ്. ദൃഷ്ട്വാ ചൈനം തതുപുമല സദ്വേഷഭൂഷാഭിരാമം സ്മൃത്വാ സ്മൃത്വാ തവ വിലസിതാന്യുച്ച കൈസ്ഥാനി താനിഹ രുദ്ധാലാപഃ കഥമപി പുനർഗദ്ഗതം വാചമൂച്യഃ സൗജന്യാദീൻ നിജപരഭിതാമപ്രിയലം
വിസ്മരന്ത്യഃ. അവിടത്തേക്ക് തുല്യമായ വേഷഭൂഷകളാലും ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ട ഉദ്ധവരെ കണ്ടിട്ട് അവർ അവിടുത്തെ ശ്രേഷ്ഠമായ ലീലകളുടെ സ്മരണയിൽ പെട്ടുപോയി. അതോടെ അതിഥി എന്ന നിലയിലുള്ള സുജന മര്യാദകളും നീയും ഞാനും എന്ന ഭേദത്തെയും പൂർണ്ണമായി വിസ്മരിക്കപ്പെട്ട നിലയിൽ ഏറെ പണിപ്പെട്ട് ഗദ്ഗതങ്ങൾ അടക്കിക്കൊണ്ട് അവർ പറഞ്ഞു. അപ്പോൾ ഉദ്ധവർ അവിടെ വരികയാണ്. അപ്പോൾ ഉദ്ധവരെ കണ്ടിട്ട് ആ ഗോപസ്ത്രീകള് ഭഗവാനെ പോലെ തന്നെയാണ് ഉദ്ധവര് ഒരുങ്ങിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് ആ ഗോപസ്ത്രീകളുടെ ആ പഴയ എന്താ പറയാ ആ ലീലകളൊക്കെ, ഭഗവാനുമായിട്ടുള്ള ആ ലീലകളൊക്കെ അവിടെ ഓർക്കുകയാണ്. ശ്രീമാൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദയേന കാസൗ കാന്തോ നഗര സുദൃശാം ഹാ ഹരേ നാദാപായഃ. ആശ്ലേഷാണാമൃതവപുഷോ ഹന്തതേ ചുംബനാനാം മുന്മാദാനാം കുഹകവചസാം വിസ്മരേത് കാന്തകാവാം. അല്ലയോ ശ്രീമാനായവനെ, നിർദ്ധയനായ ആ കൃഷ്ണൻ മാതാപിതാക്കളെ കാണാൻ മാത്രമായി അങ്ങേ നിയോഗിച്ചതാണോ? മധുരാപുരിയിലെ നഗരസുന്ദരികളുടെ കാന്തനായ ആ കൃഷ്ണൻ എവിടെയാണ്? അല്ലയോ ഹരേ നാഥ, രക്ഷിക്കണേ. അവിടുത്തെ ആശ്ലേഷങ്ങളുടെയും ചുംബനങ്ങളുടെയും ഉന്മാദിപ്പിക്കുന്ന കാപട്യ മൊഴികളുടെയും ഓർമ്മകൾ ഏതൊരുവളാണ് മറക്കുക? അപ്പോൾ ഭഗവാന്റെ ആ ലീലകളൊക്കെ ആരാണ് മറക്കുക എന്നാണ് പറയുന്നത്. രാസക്രീഡാനുലളിതലളിതം വിശ്ലദത് കേശപാശം മന്ദോദ്വിന്നശ്രമജലഗണം ലോഭനീയം ത്വദംഗം ഹാ കാരുണ്യാബ്ധേ സകൃദപി സമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാത് ഭുവനമദന ത്വത്പ്രിയാസ്ത്വാം വിലേപുഹ. രാസക്രീഡാവേളയിൽ അഴിഞ്ഞുപോയ മനോഹരമായ മുടിക്കെട്ടുകളോട് കൂടിയതും അല്പമായ വിയർപ്പ് പൊടിഞ്ഞതും ഭംഗിയേറിയതുമായ അവിടുത്തെ ശരീരത്തെ ആലിംഗനം ചെയ്യുന്നതിന് ഒരിക്കൽ കൂടി കാണിച്ചു തരണേ എന്നിങ്ങനെ അല്ലയോ മൂന്ന് ലോകങ്ങളെയും മതിപ്പിക്കുന്നവനെ, അങ്ങയുടെ പ്രിയപ്പെട്ട ഗോപികമാർ പ്രേമോന്മാദത്തോടു കൂടി വിലപിച്ചു. അപ്പോൾ ഭഗവാനെ ഒന്നുകൂടി ആലിംഗനം ചെയ്യാൻ വേണ്ടി കഴിയണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഗോപികമാര് വിലപിക്കുകയാണ്. ഏവം പ്രായർവിവശ വചനൈരാകുല ഗോപികാസ്താ സ്തസ്സന്ദേശൈഃ പ്രകൃതിമനയത് സോഭദാ വിജ്ഞാനഗർഭൈഃ ഭൂയസ്താമഭിർമുദിതമതിഭിः സ്ത്വന്മയീഭിർവധൂഭിः സ്തത്തത്വർത്താസരസമനയത് കാനിച്ചിദ്വാസരാണി. ഇപ്രകാരമുള്ള പരവശങ്ങളായ വാക്കുകളാൽ ദുഃഖിതരായിരിക്കുന്ന ആ ഗോപസുന്ദരിമാരെ അവിടത്തെ അറിവു നിറഞ്ഞ സന്ദേശങ്ങളാൽ ആ ഉദ്ധവർ ആശ്വസിപ്പിച്ചു. സന്തോഷചിത്തരായി തീർന്ന ആ ഗോപസുന്ദരിമാരുമായി അവിടത്തെക്കുറിച്ചുള്ള ഓരോരോ വാർത്തകൾ പറഞ്ഞുകൊണ്ട് ഉദ്ധവർ കുറച്ചു ദിവസം ഗോകുലത്തിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉദ്ധവര് സന്ദേശങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ് ഗോപികമാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഉദ്ധവർ അവിടെ കഴിച്ചു കൂട്ടുകയാണ്. ത്വത്പ്രദോ ഗാനൈഃ സഹിതമനിശം സർവതോ ഗേഹ കൃത്യം ത്വദ്വാർത്തൈവ പ്രസരതി മിതഃ സൈവ സേച്ചോ ചേസോ ബലാപഃ ചേഷ്ടാഃ പ്രായസ്ത്വദനുകൃതയസ്ത്വമഹ്യം സർവമേവം ദൃഷ്ട്വാ തത്ര വ്യുമഹദികം വിസ്മയാദുദ്ധവോ ഭയം. ആ ഗോപികമാരാകട്ടെ അവിടത്തെ കുറിച്ചുള്ള ഗാനം ആലപിച്ചുകൊണ്ടാണ് എല്ലായിടവും എല്ലായ്പ്പോഴും ജോലി ചെയ്തിരുന്നത്. പരസ്പരം സംസാരിക്കുന്നതും അവിടത്തെ കുറിച്ചുള്ള വാർത്തകൾ തന്നെ. ഉറക്കത്തിൽ നടത്തുന്ന ആലാപനം പോലും അവിടത്തെ കുറിച്ച് മാത്രമുള്ളതാണ്. അവരുടെ ചേഷ്ടകളെല്ലാം തന്നെ അവിടുത്തെ ചേഷ്ടകളെ അനുകരിക്കുന്നതായിരുന്നു. ഇപ്രകാരം വൃന്ദാവനത്തിൽ എല്ലാം തന്നെ അവിടുന്ന് നിറഞ്ഞു നിൽക്കുന്നതായി കണ്ട് ഉദ്ധവർ ആശ്ചര്യം പൂണ്ടു. അപ്പൊ ആ ഗോപികമാരാകട്ടെ അവിടുത്തെ ഗാനം ആലപിച്ചുകൊണ്ട് അവിടത്തെ കുറിച്ച് എല്ലായിടത്തും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളിലാണ് ജോലികൾ ചെയ്തിരുന്നത്. അതുപോലെ പരസ്പരം സംസാരിക്കുന്നതും ഭഗവാനെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമായിരുന്നു. ഉറക്കത്തിൽ നടത്തുന്ന ആലാപനം പോലും ഭഗവാനെ കുറിച്ചുള്ളതായിരുന്നു. അവരുടെ ചേഷ്ടകളെല്ലാം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ളതായിരുന്നു.
രാധായാമേ പ്രിയതമമിതം മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയേ വാ ഇത്യാദേവ പ്രവദതി സഖി ത്വത്പ്രിയോ നിർജനേ മാ മിദ്ദം വാദൈരമയം ദയം ത്വത്പ്രിയാമുത്പലാക്ഷീം. അല്ലയോ കൂട്ടുകാരാ, എൻ്റെ രാധയ്ക്ക് ഇത് ഏറ്റവും ഇഷ്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ട രാധ ഇങ്ങനെയാണ് പറയുന്നത്: നീ എന്താണ് പ്രണയകോപം പൂണ്ട രാധയെ പോലെ മിണ്ടാതിരിക്കുന്നത്? എന്നിങ്ങനെയെല്ലാം മറ്റാരുമില്ലാത്തപ്പോൾ നിന്റെ പ്രിയതമനായ കൃഷ്ണൻ എന്നോട് പറയാറുണ്ട്. എന്നിപ്രകാരം അവിടുത്തെ പ്രിയപ്പെട്ടവളായ സുന്ദരിയായ രാധയെ ഉദ്ധവർ സന്തോഷിപ്പിച്ചു. അങ്ങനെ സുന്ദരിയായ രാധേനെ അങ്ങനെ ഭഗവാൻ പറയുന്നത് പോലെയൊക്കെ, പ്രിയപ്പെട്ട രാധേ നീ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഉദ്ധവർ ആ പ്രിയപ്പെട്ട രാധയെ, ഭഗവാന്റെ രാധാറാണീനെ സന്തോഷിപ്പിക്കുകയാണ്. യേശാമിദ്രാഗനുപമഗമം ഗമനം കേവലം കാര്യഭാരാത് വിക്ലേശഭി സ്മരണ ദൃഢതാ സംഭവാത്മാസ്തു ഖേദഃ ബ്രഹ്മാനന്ദേ മിളതിനാ ചിരാൽ സംഗമോ വാ വിയോഗ സ്തുല്യോ വാഹ സാധ്യതി തവ ഗിരാ സോഭ കരോ നിർവിദാവൃതാസ്തഃ. ഞാൻ വേഗം എത്തുന്നുണ്ട്. ഇപ്പോൾ വരാൻ കഴിയാത്തത് ജോലിഭാരം കൂടുതലായത് കാരണമാണ്. വിരഹത്തിൽ നമ്മുടെ സ്മരണകൾ ഉറപ്പുകൂടുമെന്നതിനാൽ ഇഷ്ടവും കൂടുമെന്നത് കൊണ്ട് ദുഃഖമേ വേണ്ട. താമസിയാതെ നിങ്ങൾക്ക് ബ്രഹ്മാനന്ദം ലഭിക്കുമ്പോൾ നമ്മുടെ സമാഗമവും വിയോഗവും നിങ്ങൾക്ക് ഒന്നുപോലെ ഉള്ള അനുഭവമായി തീരും. ഇപ്രകാരം ആ ഉദ്ധവൻ അവിടുത്തെ സന്ദേശവാക്യങ്ങളാൽ ഗോപികമാരെ ദുഃഖമില്ലാത്തവരാക്കി. അങ്ങനെ ഭഗവാൻ എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്തും എന്നൊക്കെ പറഞ്ഞ് ഉദ്ധവർ എന്ത് ചെയ്യുകയാണ്? ആ ഗോപികമാരെ, രാധാറാണീനെ സന്തോഷിപ്പിക്കുകയാണ്. ഏവം ഭക്തികാ സകലഭുവനേ നേക്ഷിതാനാശ്രുതാവാ കിം ശാത്രൗഘൈഃ കിമിഹ തമസാ ഗോപികാഭ്യോ നമോസ്തു ഇത്യാനന്ദാകുലമുപഗതം ഗോകുലാതുദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ പാഹി മാമയൗഘാത്. ഇപ്രകാരമുള്ള ഭക്തി സകല ലോകങ്ങളിൽ തിരഞ്ഞാലും കാണാനോ കേൾക്കാനോ പറ്റില്ല. ഇവിടെ ശാസ്ത്രങ്ങളെ കൊണ്ട് എന്താണ് ഫലം? തപസ്സുകൊണ്ട് എന്ത് ഫലം? അല്ലയോ ഗോപികമാരെ, നിങ്ങളെ ഞാൻ നമിക്കുന്നു എന്നിങ്ങനെയുള്ള അഭിപ്രായത്തോടെ ഗോകുലത്തിൽ നിന്ന് ആനന്ദത്തോടെ മടങ്ങിയെത്തിയ ഉദ്ധവരെ കണ്ട് ആഹ്ലാദചിത്തനായി വിളങ്ങുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് രോഗദുരിതങ്ങളിൽ നിന്ന് അടിയനെ രക്ഷിക്കണമേ. അപ്പൊ ഇപ്രകാരമുള്ള ഭക്തി വേറെ എവിടെയാണുള്ളത്? വേറെ എങ്ങും തന്നെ ഇപ്രകാരമുള്ള ഗോപികമാരുടെ പോലുള്ള ഭക്തി വേറെ എങ്ങും തന്നെ ഇല്ല എന്ന് ഉദ്ധവര് പറയുകയാണ്. എന്നുവെച്ചാൽ ഒരു തപസ് ചെയ്യുന്നവർക്ക് പോലും, ഒരു താപസികൾക്ക് പോലും ആ ഗോപികമാരുടെ അത്രയും ഭഗവാനെ കുറിച്ച് തന്നെ എപ്പോഴും ചിന്തിച്ച്, ഭഗവാന് വേണ്ടി ജീവിച്ച്, ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞ്, എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ച് ഭഗവാനെ കുറിച്ച് തന്നെ സദാസമയവും ഓർത്തുകൊണ്ടിരിക്കുന്ന ആ ഗോപികമാര്, അങ്ങനെയുള്ള ആ ഗോപികമാരുടെ ഭക്തിയിൽ കൂടുതൽ വലുതായിട്ട് വേറെ എന്ത് ഭക്തിയാണുള്ളത്? ഒരു വലിയ താപസന് പോലും ഇല്ലാത്ത അത്രയും വലിയ ഭക്തിയാണ് ഗോപികമാരുടെ ഭക്തി എന്ന് പറയുന്നത്, ഭഗവാനോടുള്ള ഭക്തി. അവിടെ ഗോപികമാര് മറ്റെല്ലാം ത്യജിക്കുകയാണ്. തൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെ കൂടിയും ഭഗവാനെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അവർക്ക് ഒന്നും ഇല്ലെങ്കിലും അവരതിൽ വിഷമിക്കുന്നില്ല. ഭഗവാനെ കുറിച്ചുള്ള ചിന്ത. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും അവരതിലെല്ലാം വിഷമിക്കുന്നില്ല. അതിലെല്ലാം അവർ ഭഗവാനെ സ്മരിച്ച്, ആ ഭഗവാന്റെ സ്മരണയിൽ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്ത് ഭഗവാനെ സ്നേഹിച്ച് എപ്പോഴും ആ ശ്രീകൃഷ്ണന്റെ ചിന്തയിൽ അവർ കഴിയുകയാണ്. അവിടെയാണ് ആ ഗോപികമാരുടെ ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത്. ആ ഒരു ഭക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ജയിക്കാൻ കഴിയുന്നത്. അതാണ് പറയുന്നത്, മറ്റെല്ലാം ത്യജിച്ചാലും ഭഗവാനിൽ തന്നെ ആശ്രയം കാണുക എന്നുണ്ടെങ്കിൽ
അതാണ് സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മവും ത്യജിച്ചാൽ പോലും ഭഗവാനിൽ ആ ഒരു അഭയം കാണുകയാണെന്നുണ്ടെങ്കിൽ, ഭഗവാനെ കുറിച്ച് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭഗവാനിൽ ഒരു ഇത് ഭഗവാന്റെ സേവനത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾക്ക് ഒരു ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭഗവാൻ അവരെ വിജയിപ്പിക്കും എന്നാണ് പറയുന്നത്. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓടക്കുഴൽ എന്ന് പറഞ്ഞാൽ അത് പൊള്ളയായിരിക്കണം. ഭഗവാന്റെ ഓടക്കുഴലിൽ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് പൊള്ളയാവുക, നമ്മുടെ മനസ്സ് അത്രയും പ്യുവർ ആവുക, അത്രയും നമ്മൾ എപ്പോഴും ഭഗവാനിൽ തന്നെ ലയിച്ച് വരുമ്പോഴാണ് നമുക്ക് ആ ഭഗവാന്റെ ശക്തി പ്രവാഹം ഉണ്ടാകുന്നത്, ആ ഭഗവാന്റെ നമ്മൾക്ക് ആ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത്, ഭഗവാൻ നമുക്ക് എല്ലാം നടത്തി തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഗോപികമാരുടെ ഭക്തിയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ദശകം 77 സൈരന്ധ്ര്യാനുഗ്രഹവും ജരാസന്ധ യുദ്ധവും. സൈരന്ധ്ര്യാസ്തനുചിരം സ്മരാദാർതുരയാ യദോ ബഭൂ സലളിതമുദ്ദേ മുദ്ദവേന സാർദ്ധം ആവാസം തുതുഭഗോത്സവം സദൈവ ധ്യായന്ത്യാഹ പ്രതിദിനവാസസഞ്ചികായാഹ. അനന്തരം വളരെ കാലമായി അവിടുത്തെ സ്മരിച്ചുകൊണ്ട് അനുരാഗപരവശരായി അവിടുന്ന് എത്തിച്ചേരുന്ന ഉത്സവനാളിനെ പ്രതീക്ഷിച്ച് എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവളും എല്ലാ ദിവസവും അവിടത്തേക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വാസക സജ്ജികയായിരിക്കുന്നവളുമായ സൈരന്ധ്രിയുടെ കുബ്ജയുടെ ഗൃഹത്തിലേക്ക് അവിടുന്ന് മനോഹരമായ വേഷഭൂഷങ്ങളോടെ ഉദ്ധവരോടൊപ്പം എത്തി. അപ്പം കുബ്ജ എന്ന് പറയുന്നത് നേരത്തെ അറിയാലോ, ഭഗവാൻ വന്നപ്പോൾ കുബ്ജയുടെ കൂന് മാറ്റി അതിസുന്ദരിയാക്കി മാറ്റിയല്ലോ. അപ്പൊ ആ കുബ്ജ ഭഗവാനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യണ, കുബ്ജയുടെ ഭവനത്തിലേക്ക് അതിസുന്ദരമായ വേഷങ്ങളൊക്കെ അണിഞ്ഞ് വേഷഭൂഷ ഉപഗതേ ത്വയി പൂർണ്ണമനോരഥം പ്രമദ സംഭ്രമകംബ്രപയോദരാഹം വിവിധമാനനമാദദതി മുധാ രഹസിതാം രമയാഞ്ച കൃഷേ സുഖം. അവിടുന്ന് വന്നു ചേർന്നപ്പോൾ തൻ്റെ ആഗ്രഹ പൂർത്തീകരണം നടന്നതിൽ ആനന്ദചിത്തനായി സംഭ്രമത്താൽ മാറുകൾ വിറച്ചും അവിടത്തേക്ക് പലവിധങ്ങളായ ആരാധനകൾ ചെയ്യുന്നവളുമായ അവളെ അവിടുന്ന് വിജനത വന്നു ചേർന്ന് തൻ്റെ ആഗ്രഹ പൂർത്തീകരണം നടന്നതിൽ ആനന്ദിച്ച് സംഭ്രമത്താൽ മാറുകൾ വിറച്ച അവിടത്തേക്ക് പലവിധങ്ങളായ ആരാധനകൾ ചെയ്യും. അങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് ആ കുബ്ജ എന്ത് ചെയ്യണം, പലവിധങ്ങളായ ആരാധനകളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ പലവിധങ്ങളായ ആരാധനകളൊക്കെ ചെയ്യുന്ന ആ കുബ്ജയെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഭഗവാൻ സന്തോഷിപ്പിക്കുകയാണ്. പൃഷ്ടാവരം പുനരവാസാവൃണോദ്വരാകേ ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു സായൂജ്യമസ്ത്വത്വതി വദേദ്ബുധ ഏവം കാമം സാമീപ്യമസ്തു നിശമിത്യപി നാബ്രവീത് കിം. അല്ലയോ ഭഗവാനേ, പിന്നെ എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് അവിടുന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഭാഗ്യഹീനയായ സൈരന്ധ്രി വീണ്ടും മറ്റു രാത്രികളിലും സുരതം വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങയുമായുള്ള സായുജ്യം ഭവിക്കട്ടെ എന്ന് ജ്ഞാനികൾ മാത്രമല്ലേ ആവശ്യപ്പെടുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇഷ്ടത്തോടെയുള്ള സാമീപ്യം ഭവിക്കട്ടെ എന്ന് പോലും അവൾ പറയാതിരുന്നത്? അപ്പം ഭഗവാനുമായിട്ടുള്ള ആ ഒരു സാമീപ്യം, അതാണ് ഞാനും പറയുന്നത്. ഗോപികമാരുടെയും അത് തന്നെയാണ്, ഭഗവാന് മാത്രമാണ് അവര് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ കുബ്ജയും അത് തന്നെയാണ് ചെയ്യുന്നത്. ഭഗവാനെ കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കിട്ടി എന്നാണ് അതിനർത്ഥം. ഭഗവാനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വചരാചരങ്ങളും സർവവും നമുക്ക് കിട്ടി എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോ വേറെ എന്താ വേണ്ടത് അല്ലേ? ഓരോരുത്തർ പണത്തിന് പുറകെ ഓടുന്നു, പ്രതാപത്തിന് പുറകെ ഓടുന്നു, സമ്പത്തിന് പുറകെ, ഐശ്വര്യത്തിന് പുറകെ, അങ്ങനെ പലതിനും പുറകെ ഓടുകയാണ്. പക്ഷെ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഭഗവാന് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഭഗവാനിൽ മാത്രം ആശ്രയിക്കുമ്പോൾ ഇത് എല്ലാം നമുക്ക് കിട്ടുകയാണ്. ഈ ജന്മത്തിലല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത ജന്മത്തിലെങ്കിൽ, അതുമല്ലെങ്കിൽ നമുക്ക് ഇനിയൊരു ജന്മം ഇല്ലെങ്കിൽ ഭഗവാനിൽ തന്നെ ആ ഒരു ഇത് കിട്ടുകയാണ്. അതിൽക്കാട്ടിലും വലിയ ഒരു ഭാഗ്യം വേറെ വേണോ? അപ്പം അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്.
അപ്പൊ മറ്റൊന്നുമല്ല, ബുദ്ധിയുള്ളവര് ഭക്തിയുള്ളവര് എപ്പോഴും ആ ഭഗവാന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്, ആ ഭഗവാന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്, ആ ഭഗവാന് വേണ്ടിയിട്ടാണ് അവര് എല്ലാം ത്യജിക്കുന്നത്, ആ ഭഗവാനെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ ആരാണ് ആവശ്യപ്പെട്ടത്? കുബ്ജ ഭഗവാനെയാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ ഭഗവാനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് സർവചരാചരങ്ങളും എല്ലാം നമുക്ക് കിട്ടി എന്നാണ് അതിനർത്ഥം. ഭഗവാന് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടി എന്നാണ് അതിനർത്ഥം, അല്ലേ? അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. തദോ ഭവാൻ ദേവ നിശാസു കാസുചി മൃഗീദൃശം താം നിഭൃതം വിനോദയൻ അദാദുപശ്ലോക ഇതി ശ്രുതം സുതം സനാരദാത് സാത്വതന്ത്രവിദ് ബഭൗ. അനന്തരം ചില രാത്രികളിൽ അവിടുന്ന് സുന്ദരിയായ അവളെ വിനോദിപ്പിക്കുന്നവനായി അവൾക്ക് ഉപശ്ലോകം എന്നു പേരുള്ള ഒരു കുഞ്ഞിനെയും നൽകി. അപ്പൊ ഉപശ്ലോകൻ എന്നു പേരുള്ള ഒരു കുഞ്ഞിനെയും നൽകി. നാരദനിൽ നിന്ന് സാത്വത ശാസ്ത്രം പഠിച്ച് അവൻ കീർത്തി കേട്ടു. അപ്പം കുബ്ജയ്ക്ക് ആ സുന്ദരിക്ക് എന്ത് ചെയ്യുകയാണ്? ഉപശ്ലോകൻ എന്ന് പറയുന്ന ഒരു പുത്രനെയും ഭഗവാൻ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നാരദനിൽ നിന്നും സാത്വത ശാസ്ത്രം പഠിച്ചിട്ട് ആ കുട്ടി കീർത്തിമാനാവുകയാണ്. അക്രൂര മന്ദിരമിതോ വദ ബലോദവാഭ്യാമഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേനഃ യേനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയാ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. ബലരാമനോടും ഉദ്ധവരോടും ഒപ്പം അക്രൂര ഭവനത്തിലെത്തിയ അവിടുത്തെ അക്രൂരൻ സന്തോഷത്തോടെ പൂജിച്ച് ഉപചരിച്ചു. വനവാസം കഴിഞ്ഞെത്തിയ പാണ്ഡവരുടെ വാർത്തകളും ധൃതരാഷ്ട്ര നീക്കങ്ങളും അറിഞ്ഞു വരുവാൻ അവിടുന്ന് അക്രൂരനെ അയച്ചു. അപ്പം അക്രൂരനെ എന്താ അറിഞ്ഞു വരാനാണ് അയക്കുന്നത്? അക്രൂര ഭവനത്തിൽ ഭഗവാൻ എത്തുകയാണ്. അപ്പൊ അക്രൂരൻ ഭഗവാനെ അവിടെ പൂജിച്ച് ഭഗവാന് വേണ്ട ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കുകയാണ്. അതിനുശേഷം എന്താണ്? അക്രൂരരെ എവിടേക്ക് പറഞ്ഞയക്കുകയാണ് ഭഗവാൻ? എവിടേക്ക് പറഞ്ഞയക്കുകയാണ്? പറയൂ. പാണ്ഡവർ എവിടെ നിന്ന് വരികയാണ്? പാണ്ഡവരുടെ വാർത്തകളും ധൃതരാഷ്ട്ര നീക്കങ്ങളും അറിഞ്ഞു വരുവാനായിട്ട് അക്രൂരൻ അവിടുന്ന് അറിഞ്ഞു വരുവാനായിട്ട് അക്രൂരനെ അയക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് പാണ്ഡവരുടെ കാര്യങ്ങൾ, എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഭഗവാൻ അറിയണം. അതറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഉദ്ധവരെ അയക്കുകയാണ്. അപ്പോ അക്രൂരൻ സന്തോഷത്തോടെ വനവാസം കഴിഞ്ഞെത്തിയ പാണ്ഡവരുടെ വാർത്തകളും ധൃതരാഷ്ട്രരുടെ നീക്കങ്ങളും. അപ്പം വനവാസം കഴിഞ്ഞെത്തിയ പാണ്ഡവരുടെ വാർത്തകളും ധൃതരാഷ്ട്രരുടെ നീക്കങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഉദ്ധവരെ പറഞ്ഞുവിടുന്നത്. അക്രൂരരെ പറഞ്ഞുവിടുന്നത്. വിഘാതാജ്ഞാമാതുഹ പരമസുഹൃദോ ഭോജന്യപതേർജരാസന്ധേരുന്ദത്യനവധി രുഷാസന്ധേ ഫദമധുരാംഹാം രഥാദൈർദോർദബ്ദൈഃ കതിപയബലസ്ത്വം ബലയുതാ സ്തയോ വിംശത്യക്ഷൗഹിണീ തദുപനീതം സമഹൃദാഹാം. തന്റെ ജാമാതാവും അടുത്ത സുഹൃത്തുമായിരുന്ന കംസന്റെ വധത്തെക്കുറിച്ചറിഞ്ഞ് കോപാന്തനായി തീർന്ന മഗധരാജനായ ജരാസന്ധൻ സൈന്യത്തെയും കൊണ്ട് മധുര വളഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ലഭിച്ച രഥത്തോടും ചെറിയ സൈന്യത്തോടുമൊപ്പം അവിടുന്ന് ബലരാമനോട് കൂടി ജരാസന്ധന്റെ 23 അക്ഷൗഹിണിയെയും സംഹരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? തന്റെ ജാമാതാവും അടുത്ത സുഹൃത്തുമായിരുന്ന കംസന്റെ വധത്തെക്കുറിച്ചറിഞ്ഞ് കോപാന്തനായി തീർന്ന മഗധരാജനായ ജരാസന്ധൻ സൈന്യത്തെയും കൊണ്ട് മധുര. അപ്പൊ ദുഷ്ടനായ ജരാസന്ധൻ എന്ത് ചെയ്യുകയാണ്? കംസന്റെ ആരായിരുന്നു ജരാസന്ധൻ? മഗധരാജനായ ജരാസന്ധൻ കംസൻ തന്റെ സുഹൃത്തായിരുന്നു, ജാമാതാവും സുഹൃത്തുമായിരുന്നു കംസൻ. അപ്പൊ ആ കംസന്റെ സുഹൃത്തായിരുന്ന ഈ ജരാസന്ധൻ എന്ന് പറയുന്ന ദുഷ്ടൻ എന്ത് ചെയ്യുകയാണ്? ബലരാമനോടും കൂടി ജരാസന്ധന്റെ 23 അക്ഷൗഹിണികളെയും സംഹരിച്ചു. അപ്പൊ അങ്ങനെയുള്ള ജരാസന്ധനെ കുറിച്ച് ഭഗവാൻ അറിയാം. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യണേ? ബലരാമനോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഈ 23 അക്ഷൗഹിണികളെയും സംഹരിക്കുകയാണ്. ബന്ധം ബലാദത ബലേന ബലോത്തരം ത്വാം ഭൂയോ ബലോദ്യമരസേന മുമോചിതൈനം നിശ്ലേഷ ദിഗ്ജയ സാമൃത വിശ്വസൈന്യാത് കോവന്യസ്തദോ ഹി ബല പൗരുഷവാം വാംസ്തദാനീം.
അനന്തരം ബലരാമൻ ബലമായി അവനെ കീഴ്പ്പെടുത്തി ബന്ധിച്ചെങ്കിലും വീണ്ടും ഇവൻ സേനയുമായി വരുന്നതിലും ഇവനുമായി വീണ്ടും യുദ്ധം ചെയ്യുന്നതിലുമുള്ള രസത്തെ കരുതി ബലവാനായ ജരാസന്ധനെ അവിടുന്ന് മോചിപ്പിച്ചു. പരാക്രമിയായി എല്ലാ ദിക്കുകളെയും കീഴടക്കുകയും അവിടെ നിന്നെല്ലാം സൈന്യത്തെ സമാഹരിക്കുകയും ചെയ്തിരുന്ന ഇവനെ പോലെ ഒരു ബലശാലി അക്കാലത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജരാസന്ധന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ജരാസന്ധനെ അവിടുന്ന് മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ബലരാമൻ ബലമായി അവനെ കീഴ്പ്പെടുത്തിയിട്ട് ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും വീണ്ടും സേനയുമായി വരുന്നതിലും ഇവനുമായി വീണ്ടും യുദ്ധം ചെയ്യുന്നതിലുമുള്ള രസത്തെ കരുതി അപ്പം ഈ ജരാസന്ധൻ വീണ്ടും സേനയായിട്ടൊക്കെ വരണം, ഇവനുമായിട്ട് വീണ്ടും യുദ്ധം ചെയ്യണമെന്നുള്ള ആ ഒരു രസത്തെ കരുതിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഈ ജരാസന്ധനെ വെറുതെ വിടുകയാണ്. ബലരാമൻ ഈ ജരാസന്ധനെ പൂർണ്ണമായിട്ടും കീഴടക്കി. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഈ ജരാസന്ധനെ വീണ്ടും വീണ്ടും യുദ്ധത്തിന് വരുന്നത് ഭഗവാൻ ഒരു രസമാണ്. അത് കരുതിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ആ ജരാസന്ധനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് വെറുതെ വിട്ടൊക്കെയാണ്. ഇവനെ പോലൊരു ബലശാലി അക്കാലത്ത് ആരും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്കൊരു ബലം വേണമല്ലോ, ഒരു ശത്രു ആണെങ്കിൽ നമുക്ക് മത്സരിക്കാൻ ഒരു ബലം വേണമല്ലോ. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്, അയാളെ വീണ്ടും ജരാസന്ധനെ വീണ്ടും വെറുതെ വിടുന്നത്. ഭഗ്നഃ സലഗ്ന ഹൃദയോഭിനൃപൈഃ പ്രണുന്നോ യുദ്ധം ത്വയാ വൃദിത ഷോഡശകൃത ഏവം ഹ അക്ഷൗഹിണീഃ ശിവ ശിവാസ്യ ജഗ്ന വിഷ്ണോ സംഭൂയ സൈനകവതി ത്രിശതം തദാനീം. അല്ലയോ വിഷ്ണു ഭഗവാനെ, തോൽവിയുടെ അപമാനത്താൽ മനസ്സ് തളർന്നവനെങ്കിലും മറ്റു രാജാക്കന്മാരുടെ പ്രേരണയാൽ അവൻ വീണ്ടും വീണ്ടുമായി 16 പ്രാവശ്യം മുന്നത്തെ പോലെ യുദ്ധം ചെയ്തു. 16 പ്രാവശ്യവും അവിടുന്ന് അവനെ മുമ്പത്തെ പോലെ തോൽപ്പിക്കുകയും ആ യുദ്ധങ്ങളിൽ അവന്റെ 396 അക്ഷൗഹിണികളെ നശിപ്പിക്കുകയും ചെയ്തു. ആശ്ചര്യം തന്നെ. എന്നിട്ട് ഈ ജരാസന്ധൻ എന്ത് ചെയ്യുകയാണ്, 16 പ്രാവശ്യമാണ് ഭഗവാനുമായിട്ട് യുദ്ധത്തിന് വരുന്നത്. എന്നിട്ട് ഭഗവാൻ ഈ 16 പ്രാവശ്യവും അയാളെ ജരാസന്ധനെ തോൽപ്പിക്കുകയും പിന്നെ 396 അക്ഷൗഹിണികളെ നശിപ്പിക്കുകയും ചെയ്തു. 396 അക്ഷൗഹിണി പടകളെയും ഭഗവാൻ എന്ത് ചെയ്യാണ്, നശിപ്പിക്കുകയും ചെയ്യുകയാണ്. അഷ്ടാദശോഹസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ടാ പുരോപദ യവനം യവനത്രികോട്യഃ ദൃഷ്ടാ വിദാപ്യ പുരമാശു പയോധി മധ്യേ തത്രാദയോഗബലദഃ സ്വജനാനാനൈഷീഃ. ആ ജരാസന്ധന്റെ 18ാമത്തെ യുദ്ധം ആരംഭിക്കാനിരിക്കെ 3 കോടി യവന സൈന്യവുമായി കാലയവനൻ മധുര വളഞ്ഞപ്പോൾ അവിടുന്ന് വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രമധ്യത്തിൽ ഒരു പുരം ദ്വാരക ക്ഷണേന നിർമ്മിക്കുകയും തന്റെ യോഗശക്തിയാൽ മധുരയിലെ ജനങ്ങളെ അവിടേക്ക് മാറ്റുകയും ചെയ്തു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ജരാസന്ധന്റെ 18ാമത്തെ യുദ്ധം ആരംഭിക്കാനിരിക്കെ 3 കോടി യവന സൈന്യവുമായി കാലയവനൻ മധുര വളഞ്ഞപ്പോൾ അവിടുന്ന് വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രമധ്യത്തിൽ ഒരു പുരം എന്ന് വെച്ചാൽ ദ്വാരക ക്ഷണേന നിർമ്മിക്കുകയും തന്റെ യോഗശക്തിയാൽ മധുരയിലെ ജനങ്ങളെ അവിടേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഒരു ദ്വാരക എന്ന് പറഞ്ഞൊരു നഗരം ഭഗവാൻ നിർമ്മിക്കുകയാണ്. ദ്വാരക എന്ന് പറയുന്ന നഗരം എവിടെയാണ്, ആ സമുദ്രത്തിൽ നിർമ്മിക്കുകയാണ്. എന്നിട്ട് തന്റെ ദ്വാരക ആരെയാണ്, ഈ മധുരവാസികളായ ജനങ്ങളെയെല്ലാം തന്റെ യോഗശക്തിയാൽ അവിടെ ദ്വാരകയിലേക്ക് ഭഗവാൻ മാറ്റുകയാണ്. പദ്ഭ്യാം ത്വം പദ്മമാലീ ജഗിത ഇവ പുരാ നിർഗതോ ധാവമാനോ മ്ലേച്ഛേഷേഷാനുയതോ വദസുകൃതവിഹീനേന ശൈലേന്ദ്രലേഷിഫീഃ സുഭേദ്നാം ഹൃഖദേന ദ്രുതമദ മുജുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്തഃ സുലളിതവപുഷാ തസ്തിഷേ ഭക്തിഭാജേ. അനന്തരം അവിടുത്തെ കൈകൾ കൊണ്ട് വധിക്കപ്പെടാൻ സുഹൃതം ചെയ്തിട്ടില്ലാത്ത ആ മ്ലേച്ഛനായ യവനരാജനാൽ പിന്തുടരപ്പെട്ട നിലയിൽ താമരമാല അണിഞ്ഞവനായ അവിടുന്ന് മധുരയിൽ നിന്ന് ഓടി പർവ്വത ഗുഹയിൽ ഒളിച്ചിരുന്നു. പിന്തുടർന്നു വന്ന കാലയവനാൽ ചവിട്ടി ഉണർത്തപ്പെട്ട മുജുകുന്ദന്റെ നോട്ടത്താൽ അവൻ ഭസ്മമായിപ്പോയി. അപ്പോൾ അവിടുന്ന് സുന്ദരമായ ശരീരത്തോടെ മുജുകുന്ദന്റെ മുന്നിൽ പ്രത്യക്ഷനായി. അപ്പം ഈ കാലയവൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനാണ്. അപ്പം ഭഗവാനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാലയവനെ പറഞ്ഞു വിടുന്നത്. അപ്പം കാലയവനെ കാണുന്നതും, അതായത് ഭഗവാന് മോക്ഷം പോലും കൊടുക്കാൻ അർഹതയില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്യും, ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മുജുകുന്ദനെ, ഈ ആരെയാണ്,
കാലയവനെ കണ്ടിട്ട് ഭഗവാൻ ഇങ്ങനെ ഓടി ഒരു ഗുഹയുടെ സ്ഥലത്ത് ഒളിക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ ഉത്തരീയം അവിടെ ഈ മുജുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു ഋഷിയുണ്ട്. അത് പണ്ട് ഒരു ശാപമുണ്ട്. ഈ മുജുകുന്ദനെ കണ്ടു കഴിഞ്ഞാൽ, മുജുകുന്ദനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കാണുന്ന വ്യക്തി ഭസ്മമായി തീരും. അങ്ങനൊരു ഇത് കൊടുത്തിട്ടുണ്ട് വരം. അപ്പോൾ ഈ കാലയവനൻ എന്ത് ചെയ്യാണ്, ഭഗവാനെ അന്വേഷിച്ച് ഭഗവാന്റെ പുറകെ ഇങ്ങനെ ഓടി വരികയാണ്. അപ്പോൾ ഭഗവാന്റെ ഉത്തരീയം ഇങ്ങനെ എടുത്തിട്ട് ഈ എന്ത് ചെയ്യാണ്, ഈ ഈ കിടക്കുന്ന മുജുകുന്ദന്റെ പുറത്തിടാണ്. അപ്പം ഇത് മുജുകുന്ദനല്ല ഭഗവാനാണെന്ന് കരുതിയിട്ട് ഈ കാലയവനൻ ഈ പുതപ്പ് മാറ്റി വിളിച്ചുണർത്തി. അപ്പം മുജുകുന്ദൻ പെട്ടെന്ന് ചാടി എണീക്കുകയും മുജുകുന്ദനെ കണ്ട മാത്രയിൽ തന്നെ ഈ കാലയവനൻ ഭസ്മമായി തീരുകയും ചെയ്യുകയാണ്. ഐശ്വാകോഭഹം വിരക്തോ വസ്മ്യാഖിലനുഭൃഗസുഖേ ത്വത്പ്രസാദൈകകാംക്ഷീഃ ഹാ ദേവേതി സ്തുബന്ധം വരവിദതിഷൂതം നിഹസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ ഹ മുക്തേസ്തുല്യാം ച ഭക്തിം സുതസകലകമലാം മോക്ഷമപ്യാശു ദത്വാ കാര്യം ഹിംസാ വിശുദ്ധേ തപ ഇതി ച തഥാ പ്രാതലോകപ്രതീത്യൈ. അല്ലയോ ദേവാ, ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന ഞാൻ എല്ലാ രാജസുഖങ്ങളിലും വിരക്തനായ നിലയിൽ അവിടുത്തെ പ്രസാദം മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ സ്തുതിച്ച മുജുകുന്ദനെ ആഗ്രഹങ്ങളില്ലാത്തവനെന്ന് കണ്ട് സന്തോഷിച്ച അവിടുന്ന് നിർമ്മലവും മോക്ഷതുല്യവുമായ ഭക്തിയും വേഗം തന്നെ മോക്ഷപ്രാപ്തിയും ഉണ്ടാകുവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ മുജുകുന്ദനെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ഹിംസാദോഷം തീർക്കാനായി തപസ്സു ചെയ്യണമെന്ന് മുജുകുന്ദനോട് മാത്രമല്ല ലോകർക്ക് കൂടി വേണ്ടിയാണ് അവിടുന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇത് മുജുകുന്ദന് മാത്രമായിട്ടല്ല, ലോകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ഭഗവാൻ പറയുകയാണ്. തദനു മധുരാഗത്വാഹത്വാചമും യവനാഹൃതാം മഗധപദീനാമാർഗേ സൈന്യക പുരേവ നിവാരിതഃ ചരമവിജയം ദാർപായാസ്മൈ പ്രദായ പലായിതോ ജലധി നഗരീം യാതോ വാദാലയേശ്വരാ പാഹി മാം. അനന്തരം മധുരയിൽ തിരിച്ചെത്തിയ അവിടുന്ന് യവന സൈന്യത്തെ നശിപ്പിച്ചു. അപ്പോൾ ജരാസന്ധൻ തന്റെ 18ാമത്തെ യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ട് മധുര വളഞ്ഞു. ഈ അവസാന യുദ്ധത്തിന്റെ വിജയം തന്റേതാണെന്ന് ജരാസന്ധന് അഹങ്കരിക്കുന്നതിനായി യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവിടുന്ന് പലായനം ചെയ്ത് സമുദ്രത്തിലുള്ള നഗരമായ ദ്വാരകയിൽ എത്തിച്ചേർന്നു. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. അപ്പോൾ അനന്തരം എന്ത് ചെയ്യണം, മധുരയിൽ തിരിച്ചെത്തി അവിടുന്ന് യവന സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. ആ യവന സൈന്യത്തെ മുഴുവൻ ഭഗവാൻ നശിപ്പിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പോൾ ജരാസന്ധൻ തന്റെ 18ാമത്തെ യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ട് മധുര വളഞ്ഞു. തന്റെ 18ാമത്തെ യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ട് ജരാസന്ധൻ മധുര വളയുകയാണ്. ഈ അവസാന യുദ്ധത്തിന്റെ വിജയം തന്റേതാണെന്ന് ജരാസന്ധന് അഹങ്കരിക്കുന്നതിനായി യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവിടുന്ന് പലായനം ചെയ്തു. സമുദ്രത്തിലുള്ള നഗരമായ ദ്വാരകയിൽ എത്തിച്ചു. അങ്ങനെ സമുദ്രത്തിലുള്ള ആ നഗരമായ ദ്വാരകയിലേക്ക് ഭഗവാൻ എത്തിച്ചേരുകയാണ്. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് രക്ഷിക്കണേ. ഇവിടെ ഒരു ഗണപതി ഭഗവാനും കൂടി ഇരിപ്പുണ്ട് കേട്ടോ, നിങ്ങളത് ശ്രദ്ധിക്കണം. ഇപ്പൊ ശിവക്ഷേത്രത്തിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലും പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഹരേ കൃഷ്ണ, ഇവിടെ ഒരു കുറച്ച് ശല്യമുണ്ട്. അതായത് അപ്പോൾ അതാണ്, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേശ്യാം. ഇനി ദശകം 78 രുക്മിണി സന്ദേശമാണ്. അപ്പോൾ ഭഗവാന്റെ മറ്റൊരു പത്നിയാണല്ലോ രുക്മിണി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ആ രുക്മിണി സ്വയംവരത്തിൻ്റെയും കൂടി ഇനി പറയാം. ഇവിടെ ഞാനിപ്പോൾ വരാം കേട്ടോ, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യം കാണിച്ചു തരാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പടമുണ്ട്, അതായത് തിരുപ്പതി ഭഗവാന്റെ പടമുണ്ട്. കുറേ നേരം ഇവിടെ തിരുപ്പതി ദേവൻ്റെ ഉണ്ട്, അതുപോലെ കൃഷ്ണൻ്റെ ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഞങ്ങളുടെ വിവാഹ ഫോട്ടോ ഉണ്ട് സൈഡിൽ. പിന്നെ ഇവിടുത്തെ ഈ TV ഉണ്ട്. TV എടുത്ത് മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. TV വയറുകളൊക്കെ എനിക്ക് ഡിസ്റ്റർബൻസ് ആണ്. വേറൊരു ഭഗവാന്റെ ഇതുണ്ട് കേട്ടോ, അത് വന്നിട്ട് ഇവിടെയല്ല ഇരിക്കുന്നത്,
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പടമുറിയിലാണ്. നമ്മൾ വേറെ മുറി ഉണ്ടല്ലോ, പടമുറി, അവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണന്മാരുടെ ഒരു ഇതാണ്, രാധാകൃഷ്ണന്മാരുടെ ഒരു ബിംബമാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അത് ഞാൻ ഇവിടെ എപ്പോഴും വെച്ചിട്ടുണ്ടാവും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഞ്ചജന്യം ശംഖുണ്ട്. ഈ ശംഖ് കുറച്ചുകൂടി ഒന്ന് ഇതാക്കി വെക്കണം. കുറേ നാളായി ഞാനിത് യൂസ് ചെയ്തിട്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ശ്രീകൃഷ്ണന്റെ ഒരു ഇതാണ്. ഇതിൽ നമുക്ക് ഫുള്ളായിട്ട് ഭഗവാനെ കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെയാണ്, അഷ്ടലക്ഷ്മിയുടെ ഒരിതാണ്. ഇതെനിക്ക് അമ്മ വാങ്ങി തന്നതാണ്. ഇപ്പുറത്ത് ഓമൊക്കെ ഉണ്ട്, ഓം നമോ നാരായണായ എന്നാണ്. പിന്നെന്ന് വെച്ചാൽ ഇത് യശോദാമ്മയും ദാമോദര മാസത്തിൽ എനിക്ക് കിട്ടിയതാണ്. ഇസ്കോണിൽ നിന്നാണ് കിട്ടിയത്. യശോദാമ്മയും കൃഷ്ണനും, കുട്ടിക്കൃഷ്ണനും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി എനിക്ക് ഈ ഭഗവാന്റെ ഒരിത് മാറ്റണം. എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് രാധാകൃഷ്ണന്മാരുടെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ട നിങ്ങൾ അങ്ങനെയുണ്ട്. അപ്പം ഞാൻ ഇനി എന്തായാലും അടുത്ത ലൈവിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പം തന്നെ ഞാൻ വരും, കുറച്ച് കഴിഞ്ഞിട്ട് വരും. എനിക്ക് കുറച്ച് ജോലിയും കൂടി ബാക്കിയുണ്ട്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ദശകം 78 രുക്മിണി സന്ദേശം വായിക്കാം കേട്ടോ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഇനി ആരൊക്കെ വന്നിട്ടുള്ളത് നോക്കാമേ. ആരൊക്കെയാ വന്നിട്ടുള്ളത്? ധനേഷ്, ധനു, അനന്തു, പ്രകാശ്, സന്തോഷ്, ഗോകുൽനാഥ്, ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ, അഭിരാമു, അമ്പാടി ഉണ്ണി, സൂര്യകൃഷ്ണ, പ്രിയ, ഞാൻ ഇറങ്ങുന്നു പിന്നെ കാണാം, അമ്പാടി ഉണ്ണി. ഓക്കെ, ഹരേ കൃഷ്ണ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരും അടുത്ത ലൈവിൽ. എനിക്ക് രുക്മിണി സന്ദേശം ഇന്ന് തന്നെ എനിക്ക് ഈ 3 കൂടി പറയണമെന്നുണ്ട്. രുക്മിണി സന്ദേശം, രുക്മിണി ഹരണം, പിന്നീട് സെമന്തക കഥയുണ്ട് കേട്ടോ. സെമന്തക കഥയുണ്ട്, കാളിന്ത്യാദി വിവാഹമുണ്ട്. അപ്പം അതിൽ എനിക്ക് സെമന്തക കഥ വരെയെങ്കിലും പറയണമെന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വരും. ഹരേ കൃഷ്ണ. രാധേ രാധേ. രാധേ രാധേ. ഹരേ കൃഷ്ണ. രാധേ രാധേ. ശിവഗൗരി, സൂര്യകൃഷ്ണ ശിവഗൗരി, സഞ്ജയ് ദേവ് PV ജോയിൻഡ്. ഹരേ കൃഷ്ണ. പിന്നെ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടി ചെറുപ്പമല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്ന് ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് ജോലിയും കൂലിയൊന്നും ഇല്ലേന്ന് എന്നോട് ചോദിച്ചു. ജോലിയും കൂലിയും ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി അത്യാവശ്യമാണ്. കാരണം നമുക്ക് ജീവിക്കാൻ പൈസ അത്യാവശ്യമാണല്ലോ. ക്യാഷ് നമുക്ക് വേണം, ജീവിക്കാൻ ക്യാഷ് വേണം. ഞാൻ ഒരിടത്ത് ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നത് തന്നെയാണ്. പക്ഷേ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്പോൾ മിക്കയിടത്തും 8:30 വരെയൊക്കെ നിൽക്കണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ 9:30 മണിയൊക്കെ ആവും. അപ്പോൾ എനിക്ക് അതൊരു ഡിസ്റ്റർബൻസ്, വീട്ടിലെത്തുമ്പോൾ ഹസ്ബൻഡിനും അതൊരു ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ ചോദ്യങ്ങളൊക്കെ വരും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 8:30 വരെ നിൽക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഷോപ്പുകളായാലും ടെക്സ്റ്റൈൽ ഷോപ്പുകളായാലും എവിടെയായാലും നമുക്ക് ആ ഒരു ടൈം ആവും. പിന്നെ ഞാൻ +2 പാസ്സായിട്ടുണ്ട്, കമ്പ്യൂട്ടർ അറിയാം. പിന്നെ ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഡയാലിസിസ് യൂണിറ്റിലായിരുന്നു വർക്ക് ചെയ്തിട്ട്. പക്ഷെ എനിക്ക് ഹോസ്പിറ്റൽ ഫീൽഡ് ഹസ്ബൻഡ് വിടില്ല തന്നെ. അതുമല്ല, എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വെജിറ്റേറിയൻ അങ്ങനെയൊക്കെ ആയതിനു ശേഷം എനിക്ക് ഇങ്ങനെയുള്ള ഈ ബ്ലഡ്, അവിടെയാണെങ്കിൽ ഡയാലിസിസ് അറിയാമല്ലോ, ബ്ലഡ് ക്ലീനിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും വരും. ഇപ്പം നഴ്സിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും, നമുക്ക് പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്യണം, പല കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് ഇപ്പോൾ ഞാൻ ഈ വെജിറ്റേറിയൻ ഒക്കെ ആയതിനു ശേഷം എനിക്ക് ഹോസ്പിറ്റല് ആ ഒരു ഫീൽഡ് എനിക്ക് അത്ര അങ്ങനെയല്ല, എനിക്ക് വേറെ കുഴപ്പമില്ല. ഈ ബ്ലഡിൻ്റെ ഇതായതുകൊണ്ട് എനിക്ക് ആ ഒരു എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡ്. അത് മാത്രമല്ല, എനിക്ക് ഹസ്ബൻഡ് എന്നെ വിടില്ല. കാരണം എന്താ വെച്ചാൽ നൈറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് എന്നെ വിടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റൽ ജോബ് നോക്കാത്തത്.
പിന്നെ ഞാൻ വേറെ ജോബുകൾ ഇപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ വഴി നോക്കുന്നുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെതായ വഴിയിലെല്ലാം ശ്രമിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടറിൻ്റെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ജോലി, ഒരു 7 മണി വരെയൊക്കെയുള്ള ഒരു ജോലി, അല്ലെങ്കിൽ ഷോറൂമിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നോക്കുന്നത്. കാരണം എനിക്ക് സൺഡേ ഓഫ് വേണം. കാരണം സൺഡേ മോൻ വീട്ടിലുണ്ട്, അപ്പം അവനെ നോക്കണം. പിന്നെ വേറെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഭക്തിപരമായ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജോബിന് പോവാത്തത്. കാരണം നമുക്ക് പല സ്ഥലത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ, എനിക്കറിയില്ല, ചിലർക്കൊന്നും എന്താ പറയുക, പുതിയതായിട്ട് ഒരാൾ ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന പഴയ സ്റ്റാഫുകൾ കുറേയൊക്കെ ഫീമെയിൽ സ്റ്റാഫ്സ് ആണ്. അവർക്ക്, ഞാനിത് തുറന്നു പറയുന്നതുകൊണ്ട് ഇനി ആർക്കും എന്നോട് ഒരു ഇതൊന്നും തോന്നരുത്, സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അവിടുത്തെ ഈ ഫീമെയിൽ സ്റ്റാഫ്സ് ഒക്കെ വന്നിട്ട് നമ്മളെ ഒരുമാതിരി അവരുടെ ജോലിയും കൂടെ നമുക്ക് തരാം, നമുക്ക് പാര വെക്കുക, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ ഫയലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ടിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വരും. കാരണം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ചിലപ്പോൾ സാലറി കൂട്ടി കൊടുക്കില്ലായിരിക്കും. അപ്പോൾ പുതിയൊരാളിനെ എടുക്കുമ്പോൾ അവർക്ക് അതൊരു ഇറിറ്റേറ്റിംഗ് ആവും. ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നത്, ഞങ്ങൾക്ക് സാലറി കൂട്ടി തരുന്നില്ല, ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളുണ്ട്, അപ്പം പുതിയൊരാളെ എടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണല്ലോ, സാലറി കൂട്ടി കൊടുക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, വേറൊരാളും നിങ്ങളെപ്പോലെ, നിങ്ങൾ അതുപോലെ വന്ന് ജോലി ചെയ്യുന്നവരാ, അപ്പം നിങ്ങളെപ്പോലെ തന്നെയാണ് വേറൊരു കുട്ടിയും, അതും ഇതുപോലെ അതും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു മൈൻഡ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അത് അവർക്ക് അതിനുള്ള അത്രയ്ക്കുമുള്ള ഒരു ഇതേ അവർക്ക് മനസ്സിൽ ആ ഒരു ഇതേ കാണില്ലായിരിക്കും. അത് ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ചിലരൊക്കെ അങ്ങനെയുണ്ട്. അപ്പം എനിക്ക് വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം വേറൊരാളുടെ ജോലി തട്ടിയെടുത്തിട്ട് ചെല്ലുന്ന പോലെയൊക്കെയുള്ള പെരുമാറ്റങ്ങൾ വരുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സും അത്രയ്ക്കൊരു ലോലം ആയതുകൊണ്ടാവാം. അത് പാടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, അതുപോലും പാടില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇറിറ്റേറ്റിങ് കൂടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, ഞാനായിട്ട് തന്നെ അവിടെ നിന്ന് പോരും. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് അത് നമുക്ക് ഒരു ഇതുണ്ടല്ലോ, ഇപ്പം മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ഒരു ജോലി കിട്ടുന്നതിലല്ല, അതിൽ നമ്മളെ പിടിച്ച് ആ ഒരു ഇത് നിൽക്കുന്നതിലാണ്. പക്ഷെ എനിക്കങ്ങനെ പിടിച്ച് നിൽക്കണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പിടിച്ച് നിൽക്കാനൊക്കെ പറ്റും. ഇവരെ എനിക്ക് ഫോഴ്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവരോട് എനിക്ക് ആ ഒരു അവരുടെ അതേ ഒരു മൈൻഡ് വെച്ചിട്ട് എനിക്ക് നിൽക്കാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ കുറേയൊക്കെ ആകുമ്പോൾ എനിക്ക് അത് കഴിയത്തില്ല. അപ്പോൾ തന്നെ നമ്മളെന്തോ ചെന്നിട്ട് അവരുടെ അധികാരം നമ്മളെന്തോ പിടിച്ചടക്കുന്ന പോലെ, അല്ലെങ്കിൽ അവരെ നമ്മളെന്തോ ദ്രോഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട എന്തോ നമ്മൾ തട്ടിപ്പറിച്ചെടുത്ത പോലെ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ അവരുടെ ഒരു പെരുമാറ്റം വരുമ്പോൾ എനിക്കത് എൻ്റെ മനസ്സുകൊണ്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. മീൻസ് അതെനിക്ക് നിങ്ങളോട് എനിക്ക് പറഞ്ഞു, അത് ഓരോരുത്തർക്കും ചിലപ്പോൾ ഓരോ മൈൻഡ് ആയിരിക്കും. ചിലർ ഇതൊക്കെ സഹിച്ചിട്ട് പിടിച്ച് നിന്നിട്ട് പിന്നെ ഉയർന്നു വരുന്ന, അങ്ങനെ ജോലി ചെയ്ത് പോവാ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് എന്തോ അത് ഒരു ഇതായിട്ട് എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഇതിൽ എത്ര പേർക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കെന്തോ അങ്ങനെ ഒരു എൻ്റെ മനസ്സ് അങ്ങനെയാണ്, എനിക്കിതൊരു ഇതായിട്ട് തോന്നിയത് കൊണ്ടാണ്. പക്ഷെ അത് വേണമെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്ത് ജയിക്കുന്ന പോലെ നമുക്കതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് പിടിച്ചു നിന്ന് പോവാൻ കഴിയും. എന്നാൽ ഈ ടൈമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് വന്നത് മെയിനായിട്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ളൊരു കുറച്ച് ഇതുള്ളൊരു ജോലി നോക്കുകയാണ്.
ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു ജോബാണ് ഞാൻ നോക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ജോബ് ചെയ്തില്ല, എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെങ്കിലും ക്യാഷ് വേണം. അപ്പം അതിനുള്ള ക്യാഷൊന്നും എനിക്കില്ല, എൻ്റെ കയ്യിലില്ല. അപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചാൽ ഹസ്ബൻഡ് തരാനൊന്നും പറ്റത്തില്ല. കാരണം ഹസ്ബൻഡിനും കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അങ്ങനെ മറച്ചു വെക്കാറില്ല. പബ്ലിക്കായിട്ടാണെങ്കിൽ കൂടി ഞാൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളായാലും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളോ ഒന്നും വന്ന് ഞാൻ നിങ്ങളോട് പറയാത്തത്. അപ്പം എന്നോട് കുറേ പേര് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, വട്ടാണോ, ഇങ്ങനെയൊക്കെ എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയുന്ന ഇതാണ്, കാരണം എനിക്കറിയില്ല, ചിലപ്പോൾ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉദ്യമമായിരിക്കും എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. പിന്നെ സമയമാകുമ്പോൾ ഭഗവാൻ എനിക്ക് അത് തരുമായിരിക്കാം. അപ്പം നമ്മളൊരു ആർത്തി കാണിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ചെയ്ത് നമുക്കിപ്പോൾ ഒരു സഹിക്കാവുന്നതിലപ്പുറം ഇതാ നമ്മളിങ്ങനെ എന്താ പറയുക തലവേദനകളെല്ലാം തലയിലെടുത്ത് വെച്ച് ഫ്രസ്ട്രേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ഇതിൽ അങ്ങനെ ജീവിച്ചു പോയിട്ട് അത് എന്ത് ജീവിതം? പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജീവിക്കുന്നത് അല്ലേ? നമുക്ക് പൈസ ഉണ്ടാക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി. ഇപ്പം ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഞാൻ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞല്ലോ മോഹമായാണ്. പക്ഷെ നമുക്ക് ജീവിക്കാനുള്ള ക്യാഷ് ആവശ്യം വേണം കയ്യിൽ, അത് സത്യമായ കാര്യമാണ്. എന്നാൽ കൂടി ഈ ക്യാഷിൻ്റെ പുറകെ പോയി കഴിയും പിന്നെ നമുക്ക് ഭഗവാനെ നമ്മൾ മറന്നുപോകും, അതാണ്. പക്ഷെ നമ്മുടെ കർമ്മങ്ങളുണ്ട് അവിടെ ബാക്കി, അങ്ങനെയുണ്ട് ഒരു പ്രശ്നം. അപ്പം എല്ലാം കൂടെ ഒരു എന്താ പറയുക ഒരു ഇതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു തുലനതയില്ല, അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാം വേണം. നമുക്ക് ഇപ്പം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ ഭക്തരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ ഇപ്പം അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഇഷ്ടം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മിക്ക ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തട്ടിപ്പാണ്. കാരണം എൻ്റെ പൈസ പോയി, എൻ്റെ ഒരു 1500 രൂപയോളം പോയി. അതിലെനിക്ക് എന്നിട്ട് എന്നെ ഒരു ടെലികോളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിലാണ് എന്നെ കൊണ്ടാക്കിയത്. അവിടെ പോയിട്ട് നമുക്ക് പ്രതീക്ഷിച്ച സാലറി ഒന്നും കിട്ടിയില്ല. എന്നിട്ട് അവരവിടെ നിന്നെല്ലാം പൊളിച്ച് വേറെ സ്ഥലത്ത്. അപ്പം നമ്മൾ താഴെ ഒരു തയ്യക്കടയിൽ ഒരു ചേച്ചിയോട് ഒന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇവർക്കിത് സ്ഥിരം തൊഴിൽ തന്നെയാണ്. ഇവർ ഏജൻസിയിൽ നിന്ന് കുറേ പിള്ളേരെ കൊണ്ടുവരും, അവരുടെ കുറച്ച് പ്രോഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സെയിലുകൾ ഇങ്ങനെ ടെലികോളിംഗ് എന്നും പറഞ്ഞ് അങ്ങനെ വിളിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കും. എന്നിട്ട് കുറച്ച് പൈസ മാത്രം കൊടുക്കും, എന്നിട്ട് തട്ടിക്കും. പിന്നെ അവർ വേറെ സ്ഥലത്ത് പോയി എടുക്കാം, അവിടെ ഇതേപോലെ കുറേ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ അത് ഒരു എന്താ പറയാ, അങ്ങനെ ഇപ്പൊ എല്ലായിടത്തും ഇതാണ്. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാലറി പോലും നമുക്ക് തരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സാലറി പ്രതീക്ഷിച്ച് ജോലിക്ക് പോവാന്ന് വെച്ചാൽ ജോലിക്ക് പോകണം. അപ്പൊ ജോലിക്ക് പോയി അതൊരു ഇതാണ്, അതൊരു മഹാമായയുടെ പരിധിയിൽ പെടുന്നതാണ്. അതായത് നമ്മൾ ജോലിക്ക് രാവിലെ എണീക്കുക, ജോലിക്ക് പോവുക, അവിടെ പോയി അവരുടെ വായിരിക്കുന്ന കേട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജോലികൾ ചെയ്യുക, പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിൽ വരിക, ഇങ്ങനെയുള്ളൊരു ലൈഫ്. ആ ഒരു ലൈഫാണത്. പക്ഷെ നമ്മൾ ജോലി വേണോന്ന് ചോദിച്ചാൽ ജോലി വേണം, ജോലി വേണ്ടേന്ന് ചോദിച്ചാൽ ജോലി വേണ്ട. പക്ഷെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ നമ്മൾ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പോകണമെന്ന് തോന്നില്ല. അപ്പൊ പൈസ വേണോന്ന് ചോദിച്ചാൽ വേണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ സത്യം പറഞ്ഞ ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തിൽ നമുക്ക് ഇതാണ്. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. നമ്മൾ അഡ്ജസ്റ്റബിൾ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ നമുക്ക് അത്രയും നമ്മൾ എന്താ പറയുക അഡ്ജസ്റ്റബിൾ ആയിട്ട് നമ്മൾ അത്രയും സഹിച്ച് ആ ഒരു സഹനശക്തിയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ഈ സത്യം പറഞ്ഞ ഈ കലികാലത്തിൽ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നമുക്ക് നമ്മുടെ വിചാരിക്കുന്ന പോലെയുള്ള ഇതൊന്നും കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ കർമ്മഫലങ്ങൾ അനുസരിച്ചായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ വെച്ച് അങ്ങനെ തലയിൽ ഭാരങ്ങളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയുള്ള ഒരു ലൈഫാണ് ആ ഒരു ഇതാണ് ഈ ലോകം എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, ഭഗവാന്റെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ നാമം പറയാന്നുള്ളത്.
ഭഗവാനെ കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കിട്ടിയതിന് തുല്യമാണ്. ഇനിയിപ്പോൾ ഭൂമിയിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല, നിങ്ങളൊരു തെറ്റും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ദ്രോഹിക്കുന്നു, നിങ്ങൾ വിഷമിക്കുന്നു, നിങ്ങൾ പല രീതിയിൽ അപമാനിക്കപ്പെടുന്നു, നിങ്ങൾക്ക് ഒട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല, നിങ്ങളുടേതായ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികളുണ്ട്. ചിലർക്ക് ഒരുപാട് അസുഖങ്ങളുള്ളവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ള പല 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 പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഇതിനെല്ലാം സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക, നിങ്ങൾ ആ ഭഗവാനിലേക്ക് ആ മനസ്സിനെ വിടുക, തിരിച്ചു വിടുക, ഭഗവാന്റെ നാമങ്ങൾ പറയുക. ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വഴിയെ തന്നെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് തന്നോളും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ജോലിയാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്കൊരു സപ്പോർട്ടാണെങ്കിൽ അങ്ങനെ, ഒരു സ്നേഹമാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് എന്താ പറയുക വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി സമ്പാദിക്കാനാണെങ്കിൽ അങ്ങനെ, ഇതിനൊക്കെയുള്ള അവസരം ഭഗവാൻ നമുക്ക് ഉണ്ടാക്കി തരും. ഇനി ഈ ജന്മത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിലെങ്കിലും ഭഗവാൻ നമുക്ക് അതിനുള്ള ഒരു വഴി ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഹസ്ബൻഡെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട്, ആരെങ്കിലും നമുക്കൊരു സപ്പോർട്ടായിട്ട് ഉണ്ടാവുന്നുള്ള. ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ട് ആരും ഇല്ലാത്ത പോലെയാണ്, ഒരു സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ ഭഗവാനില്ലേ, അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഭഗവാന് വേണ്ടി നിങ്ങൾ ജീവിച്ചു നോക്കൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ പോയി സന്യസിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങളുടെ കുടുംബകാര്യങ്ങളും നിങ്ങൾ നോക്കണം. ഒരിക്കലും സന്യാസം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കാര്യമല്ല. അത് കുറച്ചൊരു പ്രായം, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ സന്യാസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആ ഭഗവാനിൽ ഒരു ഇത് കൊടുക്കുമ്പോൾ ആ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ബുദ്ധി തെളിയിച്ചു തരും. ഇപ്പോൾ എന്നോട് ഇടയ്ക്ക് വെച്ച് ഒരു കുട്ടി പറഞ്ഞായിരുന്നു, ആ കുട്ടി ഇതേപോലെ ജോലി സ്ഥലത്ത് ഞാൻ ഒരു 6 വർഷമായിട്ട് ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഈ 6 വർഷം ആ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ടെൻഷനുകളും എനിക്ക് പ്രശ്നങ്ങളും എനിക്ക് പാരകളും അങ്ങനെ ഞാൻ സഹിച്ച് അതായത് ഒരു 6 വർഷം, എൻ്റെ 6 വർഷം ഞാൻ ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ചാണ് ഞാൻ അവിടെ ജോലി ചെയ്ത എന്നിട്ട് ഞാൻ സമ്പാദിച്ച് ഇപ്പോൾ ഈ 6 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അവിടെ അവസാനം ഞാനത് റിസൈൻ ചെയ്തു എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. റിസൈൻ ചെയ്തിട്ട് ഈ 6 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നോക്കുമ്പോൾ എനിക്ക് ഒരു സമ്പാദ്യം എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ ഒരു 100 രൂപ പോലും എടുക്കാനില്ല ചേച്ചി എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. അപ്പം മനസ്സിലാക്കൂ നിങ്ങൾ. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യാണ്, ജോലിക്ക് പോയി ഒരു മാസം നമുക്ക് ഒരു 10,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് നമുക്ക് ഇപ്പോഴത്തെ ചിലവിനനുസരിച്ച് നമുക്ക് ചിലവായി പോവും. പിന്നെ നമുക്ക് അതിൽ സമ്പാദ്യമൊന്നുമില്ല. ഇനി ചിലർ സമ്പാദിച്ച് വെക്കുന്നവരുണ്ടാവും, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അത് അവർക്ക് ഇല്ലാണ്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ലോണൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ആ ലോണൊക്കെ അടച്ച് EMI അടച്ച് അതടച്ച് ഇതടച്ച് അവരുടെ ജീവിതം മൊത്തം ഇങ്ങനെ ആവും. അപ്പം അതാണ് ലൈഫ് എന്ന് പറയുന്ന, ജീവിതം എന്ന് പറയുന്നത് അതാണ്. അപ്പം ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇപ്പം ശിവഭഗവാനെയും പാർവതി ദേവീനെയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ്, ഭഗവാനെ നമുക്ക് കൃഷ്ണനിലും കൂടെ ആ ഒരു ഭക്തി തരണേന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഇനി ഒരു ജന്മം ഈ ഭൂമിയിൽ വേണ്ടാന്ന് തന്നെ തീരുമാനിക്കാം. അതാണ് ഏറ്റവും, ഞാൻ നോക്കിയെടുത്തോളം അതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ഇനിയിപ്പം കലികാലത്തിന്റെ കുറച്ച് ഭാഗമായപ്പോൾ തന്നെ നമുക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം ഇനി നമ്മൾ പോകെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും, നമ്മൾ എന്തൊക്കെയായിരിക്കും തരണം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കിനി അഥവാ ഒരു ജന്മം ഉണ്ടെങ്കിലും അത് ഈ കലിയുഗത്തിൽ വേണ്ട, അല്ലെങ്കിൽ സത്യയുഗത്തിലാണെങ്കിൽ കൂടി കുഴപ്പമില്ല. കലിയുഗത്തിൽ നമുക്ക് ഞാൻ പറയുന്ന വെച്ചാൽ നിഷ്കളങ്കരായിട്ടുള്ള നല്ല മനുഷ്യരുടെ, ഭഗവാനിൽ ഭക്തിയുള്ള അങ്ങനെയുള്ള നല്ലവരുടെ കാര്യമാണ് പറയുന്നത്. തെറ്റുകളിലൂടെ പോവാതെ അങ്ങനെയുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അതായത് തെറ്റുകൾ നമുക്ക് സംഭവിക്കാം, ഓക്കെ, അത് മനുഷ്യ സഹജമാണ്. അതിനെ തിരുത്തുമ്പോഴാണ് അവിടെ മനുഷ്യനുണ്ടാവുന്നത്. അപ്പം നമ്മുടെ എന്താ പറയാ, ഇപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ധർമ്മത്തിന് വേണ്ടി, അതായത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു തെറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളത്, അത് അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. കാരണം ഇപ്പം ഭഗവാന്റെ ഭക്തരെന്ന് വെച്ചാൽ നല്ലവരാണ്. അപ്പം നല്ലവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ, അവർക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അവർ ഇങ്ങനെ ചെയ്തു പോകും. പക്ഷേ ഭഗവാനോട് അത്
എങ്കിലും നമ്മൾ വലിയ വലിയ തെറ്റുകൾ നമുക്ക് ചെയ്യാതിരിക്കുക, പാവങ്ങളെ ദ്രോഹിക്കുക, അതൊക്കെ വലിയ വലിയ തെറ്റുകളാണ്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയൊക്കെ കണക്ക് കൂട്ടി ഇപ്പൊ നമ്മൾ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും എങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ശരി തന്നെയാണ്. എത്ര വലിയ പദവിയിൽ ഇരിക്കുന്നവരായാലും ശരി തന്നെയാണ്, എങ്ങനെയുള്ളവരായാലും ശരി തന്നെയാണ്. നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞാണ്. നമുക്ക് സന്തോഷവും സുഖമൊക്കെ ഉണ്ടായിരിക്കാം, സമാധാനം കുറച്ചൊക്കെ ഉണ്ടായിരിക്കാം, എന്നാൽ കൂടി നമുക്ക് ടോട്ടലി എടുത്തു നോക്കുമ്പോൾ എല്ലാം ഒരു പ്രശ്നമുള്ള ലോകം തന്നെയാണ് ഈ ലോകം എന്ന് പറയുന്നത്, ഭൂലോകം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൾക്കാര് പലതരത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മൾ അങ്ങനെ കുറച്ച് ഉയർന്ന ലോകങ്ങളിലോട്ട് പോട്ടെ, അല്ലെങ്കിൽ ഭഗവാന്റെ ധാമത്തിലാവട്ടെ, അവിടെ എല്ലാം ഒരേ ഇതിലുള്ള ആൾക്കാരാണ്. അതായത് എല്ലാവരും സ്നേഹമുള്ളവര്, അവിടെ സമാധാനം, അതായത് വൈകുണ്ഠം എന്ന് പറയുന്നത് കുണ്ഠിതമില്ലാത്ത സ്ഥലമാണ്. അവിടെ ഒരു എന്താ പറയാ, വഴക്കില്ല, ബഹളമില്ല, അടിയില്ല, വിദ്വേഷമില്ല, ആരോടും പകയില്ല, വെറുപ്പില്ല, അത് പിടിച്ചടക്കണമെന്നുള്ള മോഹമില്ല, ഇങ്ങനെ അങ്ങനെ ദ്രോഹിക്കണമെന്നില്ല, അങ്ങനെ 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 എന്താ പറയാ, ഒന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും പ്യൂർ ആയിട്ടുള്ളവർക്കാണ് അവിടേക്ക് എത്താൻ കഴിയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്, അല്ലാതെ വെറുതെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്നെ കൊണ്ട് എനിക്ക് ഭഗവാൻ എനിക്ക് എപ്പോഴാണ് ഭഗവാൻ ഒരു ജോലി തരുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരുന്നത്, അപ്പൊ തന്നോട്ടെ, എനിക്ക് അന്നേരം തന്നോട്ടെ കൃഷ്ണ. ഞാൻ ശ്രമിക്കാതിരിക്കുന്നില്ലല്ലോ, അത് ഭഗവാനും കാണുന്നുണ്ട്. ഞാൻ ശ്രമിക്കാതിരിക്കുന്നില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് സാഹചര്യം കൊണ്ടാണ് ഞാനൊരു ജോലി അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചതെന്നുള്ള കാര്യം ഭഗവാന് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ശ്രമിക്കാതിരിക്കുന്നില്ലല്ലോ. ശ്രമിക്കാതിരിക്കുകയാണെങ്കിലല്ലേ അവിടെ ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അത് ഭഗവാൻ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഭഗവാൻ എനിക്ക് അതിന് എന്തെങ്കിലും ഒരു ജോലി, അല്ലെങ്കിൽ എനിക്ക് എന്താണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്തിനാണ്, അല്ലെങ്കിൽ എനിക്ക് ഉയർന്നു വരുന്ന കാര്യം എന്താണ്, അത് ഭഗവാൻ എനിക്ക് ചെയ്തു തരാം. അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക്. അതോ ഇനി ഭഗവാൻ എനിക്ക് ഒന്നും തന്നെ തന്നില്ലെങ്കിലും, എനിക്കൊന്നും ചെയ്തു തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. അത് തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും പോലും പറയാറുള്ളത്. നിങ്ങൾക്കിനി ഭഗവാൻ ഒന്നും ചെയ്തു തന്നില്ല, നിങ്ങളിങ്ങനെ നടന്ന് നരകിക്കുകയാണ് അല്ലെങ്കിൽ വിഷമിക്കുകയാണെങ്കിലും, വീടില്ല എന്നുള്ളതിൽ വിഷമിക്കുകയാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് ഭഗവാൻ തരുമ്പോൾ തരട്ടെ. നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭഗവാന് വിട്ടുകൊടുക്കുക. ഭഗവാൻ എന്താ നമുക്ക് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ, അത് നമ്മൾ അനുഭവിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ ഇതാവുക എന്നുള്ളതാണ്. പിന്നീട് ബാക്കിയെല്ലാം ഭഗവാന്റെ പാദങ്ങളിലാണ്, ഭഗവാൻ അത് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഭഗവാന്റെ അതിന് മരണശേഷമുള്ള കാര്യങ്ങൾ ഭഗവാൻ നോക്കിക്കൊള്ളൂ. നമ്മുടെ കാര്യങ്ങൾ ഭഗവാനിൽ ആ ഒരു ഇത് സറണ്ടറിങ് നമ്മൾ ചെയ്യുന്ന ടൈമിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് അതാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങളത് യുക്തിപൂർവം നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഇപ്പം നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നത് മഹാദേവനാണ്, അല്ലെങ്കിൽ നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്, ദേവിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈ അങ്ങനെ മുറുക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് വേറെ എന്താണ് വേണ്ടത്, അല്ലേ? നമ്മുടെ കൈ ഭഗവാൻ മുറുക്കെ പിടിച്ചിരിക്കും. നമുക്ക് കഴിക്കാനുള്ള ആഹാരവും, ഒരു നേരത്തെ ആഹാരമെങ്കിൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും, വസ്ത്രമെങ്കിലും നമുക്ക് അതെങ്കിലും കിട്ടുന്നില്ല. അതുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. ഓരോ തെരുവുകളിലൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, എത്രയോ പേരാ ഒന്നും അതുപോലും ഇല്ലാതെ കഷ്ടപ്പെടാം. അപ്പൊ അത് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾക്ക് അപ്പോൾ ഭഗവാനോട് നമ്മൾ നന്ദി പറയാന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് അവർക്കതുണ്ടല്ലോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കുകയല്ല വേണ്ടത്. അതൊക്കെ സമയമാകുമ്പോൾ ഭഗവാൻ നടത്തി തരും. ഇനി നടത്തി തന്നില്ലെങ്കിലും കൃഷ്ണ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയും. കുന്തി ദേവി പോലും ഭഗവാനോട് ചോദിക്കുന്നത് എനിക്ക് ഇനിയും ദുഃഖങ്ങൾ തരൂ ഭഗവാനെ, എന്നാലല്ലേ ഞാൻ ഭഗവാനെ ഓർക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാ സമയമാകുമ്പോൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. നമ്മൾ ശ്രമിക്കാതിരിക്കരുത്, നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുക. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ശ്രമിക്കാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുക. ശ്രമിക്കാതെ വെറുതെ മടി പിടിച്ചിരിക്കുക, നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുക. അപ്പൊ ഭഗവാൻ നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും എന്നുള്ളത് വാസ്തവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വെച്ചാൽ വേറൊരു കാര്യം, ചില ഈ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് കേക്ക്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്ക് അറിയാം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഇതുണ്ടല്ലോ, കേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് വാങ്ങിക്കഴിഞ്ഞാൽ
ഓവൻ ഉണ്ടല്ലോ, ഓവൻ വാങ്ങിയിട്ട് അതിൽ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി അത് വല്ല എങ്ങനെയെങ്കിലും ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാമല്ലോ. അങ്ങനെയൊക്കെ ഞാൻ ഐഡിയ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല പല പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ജോലി മാത്രമല്ലേ, പിന്നെ ജോലി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ബിസിനസ്, നിങ്ങൾക്ക് ചെറിയ ചെറിയ ബിസിനസ്സുകൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഈ ഫോണിലൊക്കെ വരുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ, ബിസിനസ് അങ്ങനെ ഇങ്ങനെയൊക്കെ. അതൊന്നും എനിക്ക് അത്ര വിശ്വാസം പോരാ. ചിലതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. ഈ ഓൺലൈനിൽ വരുമല്ലോ, ഈ എന്താ പറയാ, ഇങ്ങനെ എന്തോ സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്തോ ക്യാഷ് കിട്ടുമെന്നോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റമ്മിയിലൊന്നും പോയി വീഴാതിരിക്കുക കേട്ടോ. അപ്പം അതൊക്കെ ചിലതൊന്നും നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അപ്പം അതിലൊന്നും നിങ്ങൾ പോയി വീഴാതിരിക്കാം. അല്ലാതെ നിങ്ങൾക്ക് വിശ്വാസം ഉള്ളതിൽ വെച്ച് നിങ്ങൾ ചെയ്യാന്നുള്ളത്. നമുക്ക് ചെറിയ ചെറിയ ബിസിനസ് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് കോഴികളെയൊക്കെ വളർത്താം, മുട്ടയൊക്കെ എടുത്ത് നമുക്ക് കടകളിൽ കൊടുത്താൽ അങ്ങനെയൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങിയാണല്ലോ ഓരോരുത്തർ വലിയ വലിയ നിലയിലെത്തുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പൊ ജോലി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ജോലി കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള ഒരു വഴി നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ തയ്യൽ പഠിക്കും, ഞാൻ തയ്യൽ പഠിക്കാൻ പോകണുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞ് തയ്യൽ തയ്ക്കാമല്ലോ. തയ്ച്ചു കൊടുത്താൽ കുറച്ച് പൈസയൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇവിടെയൊക്കെ അടുത്തടുത്ത് തയ്യക്കടകളുണ്ട്. അതാണ് പ്രശ്നം. ഇവിടെയൊക്കെ അടുത്തടുത്ത് തയ്യക്കടകൾ ഉണ്ടതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരാനും ചാൻസ് കുറവ്. നമുക്ക് എന്താ കുറച്ചെങ്കിലും ഉള്ളതാവട്ടെ, അങ്ങനെ നമ്മുടെ ചിലവിനുള്ള കാര്യങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ എന്താ പറയുക വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ക്യാഷ് വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനി ക്യാഷിനെ തന്നെ തൂങ്ങിപ്പിടിച്ച് നിൽക്കാതിരിക്കുക, അതിലൊരു ആർത്തി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഭഗവാനിൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചേക്കാണ്. അപ്പോൾ ഭഗവാൻ തന്നെ അതിനുള്ള ഒരു ഇതുണ്ടാക്കി തരട്ടെ. പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ ശ്രമിക്കാതിരിക്കരുത്. എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ശ്രമിക്കാതിരിക്കരുത്, ശ്രമിക്കുക. ആ ശ്രമം വേറെ ആര് കണ്ടില്ലെങ്കിലും ഭഗവാൻ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും. നാരായണൻ, കൃഷ്ണൻ, ശിവഭഗവാൻ, കൃഷ്ണൻ, നാരായണൻ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ഏത് ഭഗവാനെയാണോ ഏത് ഭഗവതിയാണോ വിശ്വസിക്കുന്നത് ആ ഭഗവാൻ തീർച്ചയായിട്ടും കാണുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ആ ഭഗവാൻ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും നിങ്ങളുടെ ശ്രമങ്ങൾ. നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കാണും. നിങ്ങൾക്ക് ഇനി ആരെങ്കിലും ഒളിഞ്ഞു നിന്ന് പാരകളുണ്ടെങ്കിൽ അതും ഭഗവാൻ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തതാണെങ്കിലും ഭഗവാനിൽ വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. അതായത് എപ്പോഴാണോ, മഹാദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ ഒരു ഭക്തൻ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് ആ നിമിഷം മുതൽ ആ ഭഗവാൻ ആ ഭക്തന്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നതായിരിക്കും. ആ ഒരു ഭഗവാന്റെ ആ ഒരു നോട്ടം, ആ ഒരു ശ്രദ്ധ, അത് കിട്ടുകയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അതിനെക്കാട്ടിലും വലുതായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. അത് തന്നെയാണ് ഏറ്റവും വലുത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേ ശ്യാം.